DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 11 വെള്ളി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നാളെ വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പാണുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഞായറാഴ്ച 8 ജില്ലകളിലും യെല്ലോ അലർട്ട് ഉണ്ട്. തിങ്കളാഴ്ച 5 ജില്ലകളിലും യെല്ലോ അലർട്ട് നിർദ്ദേശമുണ്ട്. അടുത്ത അറിയിപ്പ്, ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി ദാനമായോ അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിയോ അല്ലെങ്കിൽ ധനനിശ്ചയം മുഖേനയോ മറ്റേത് വിധേനയോ ഒക്കെ ലഭ്യമാകുന്ന ഭൂമിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായ മുദ്രവില, രജിസ്ട്രേഷൻ ഫീസ് തുടങ്ങിയവയിൽ ഇളവ് അനുവദിക്കുന്നതാണ്. ഭൂമി സ്വീകരിക്കുന്നയാൾ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താവാണെന്നും ഭൂമി ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ കളക്ടർ അധികാരപ്പെടുത്തുന്ന തഹസിൽദാറിൽ കുറയാത്ത റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോ നൽകുന്ന സാക്ഷ്യപത്രം കൂടി രജിസ്ട്രേഷൻ രേഖകളോടൊപ്പം ഹാജരാക്കേണ്ടി വരും. ഉത്തരവ് തീയതി മുതൽ 2 വർഷ കാലയളവിലേക്കാണ് ഒഴിവാക്കി നൽകുകയെന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് വേണ്ടി, അതായത് വിധവകളായിട്ടുള്ളവർ, അതുപോലെ നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയിട്ടുള്ളവർ, 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ എന്നിവർക്കൊക്കെ ഒരു സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി 50,000 രൂപയോളം പലിശരഹിത സഹായമായി ലഭിക്കും. 25,000 രൂപ സർക്കാർ സബ്സിഡിയായാണ് ലഭിക്കുക. ബാക്കി 25,000 രൂപ പലിശരഹിത തവണകളായി മാത്രം തിരിച്ചടച്ചാൽ മതി. പ്രതിമാസം 500 രൂപയൊക്കെ അടുത്ത് മാത്രമേ തിരിച്ചടവ് വരികയുള്ളൂ. പലിശരഹിത വായ്പയായതിനാൽ ഇത് വളരെ ഒരു ആശ്വാസമാണ്. സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നടപ്പിലാക്കുന്ന ശരണ്യ എന്ന് പറയുന്ന ഒരു വായ്പാ പദ്ധതിയാണിത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് ഇതിൽ മുൻഗണന ഉണ്ടാകും. തൊഴിൽ കാർഡ് ഇല്ലാത്തവർക്ക് രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുത്ത ശേഷം സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. നിങ്ങളുടെ സമീപമുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടാൽ ശരണ്യ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, നിലവിൽ വെളിച്ചെണ്ണ വില കുതിച്ചുയരുകയാണ്. ഈ സാഹചര്യത്തിൽ BPL കാർഡ് ഉടമകൾക്ക് സബ്സിഡി സഹായം പരിഗണിച്ചിരിക്കുകയാണ് കേരഫെഡ്. ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില കൂടുതൽ ഉയരുമെന്നതിനാലാണ് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ചെയ്യാനുള്ള ആലോചനയിലെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രപ്പോസൽ സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കുമെന്ന് കേരഫെഡ് ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ BPL കാർഡുകാർക്ക് സബ്സിഡി സഹായമായി പരിഗണിച്ച് വെളിച്ചെണ്ണ ലഭിച്ചാൽ അത് വളരെ ആശ്വാസകരമായിരിക്കും. അടുത്ത അറിയിപ്പ്, സപ്ലൈകോ സബ്സിഡി ഇനത്തിൽ വിതരണം ചെയ്യുന്ന കെ-റൈസിന്റെ അളവ് കൂട്ടാൻ തീരുമാനമായിരുന്നു. ഈ മാസം മുതൽ ഓരോ കാർഡുടമയ്ക്കും കെ-റൈസ് 8 കിലോ വീതം ലഭിക്കും. ഓരോ മാസവും 2 തവണയായി ഇത് വിതരണം ചെയ്യും. മട്ട, ജയ, കുറുവ ഇവയിൽ ഏതെങ്കിലും അരിയാണ് കെ-റൈസായി വിതരണം ചെയ്യുന്നത്. കെ-റൈസ് പരമാവധി 5 കിലോഗ്രാമും ബാക്കി പച്ചരിയുമാണ് സബ്സിഡിയായി ലഭിക്കുന്ന 10 കിലോയിൽ നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിലാണ് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. 1 കിലോ കെ-റൈസിന് 33 രൂപയും പച്ചരി 22 രൂപയുമാണ് സബ്സിഡി വില. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.